ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലും കാറ്റഗറി കോഡ് 334/2024 എന്ന എക്സാമിന്റെ, അതായത് ക്ലർക്ക് എക്സാം ആണ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പ്രൊഫഷണൽ എൻഎസ്ആർകി ആണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ 1, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഏത് പ്രസ്താവനയാണ്? ഓപ്ഷൻ ഡി, അതായത് 4 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അതായത് 1930 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ബാക്കിയുള്ളതൊക്കെ 1929 ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമന ലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇവിടെ എന്താണ് ഈ ഒരു പ്രസ്താവനയിൽ എന്താണ് തെറ്റ്? 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് കേട്ടോ. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. എല്ലാം ശരിയാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 30 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ-അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. അതുപോലെ ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ബി, 3 മാത്രം എന്നാണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സനിയാറ്റ്സൺ റഷ്യൻ വിപ്ലവം എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ഇതിൽ എന്താണ്? സനിയാറ്റ്സൺ ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ചൈനീസ് വിപ്ലവമാണ് വേണ്ടത്. പിന്നെ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് പറയാൻ പറ്റുക നമുക്ക്? വ്ളാഡിമിർ ലെനിൻ ആണ് കേട്ടോ. വ്ളാഡിമിർ ലെനിൻ. ഓക്കെ, ഇവിടെ വ്ളാഡിമിർ ലെനിൻ ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. സന്യാസൻ ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ശരി ഏതെന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഇതിലേതാണ്? ഓപ്ഷൻ ഡി, അതായത് എല്ലാം ശരിയാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തൂഫത്തുൽ മുഹവദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതി. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. ഇതിലെ എല്ലാ പ്രസ്താവനകളും രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ 5, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാക്രമം ഏതെന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. അപ്പോ ഇവിടെ എന്താണ് ശരിയായ കാലഗണനാക്രമം? അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ്, അതായത് 4, 3, 1, 2 എന്നുള്ള. 4, 3, അതായത് 4, 3, 4. ഓക്കെ, ഇനി ഓരോന്നിന്റെയും പിന്നെ വർഷം ഒന്ന് നോക്കല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാം 1931 അല്ലെ. 1931, 32 കാലഘട്ടത്തിലാണ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 ആണ് കേട്ടോ. 1936. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെയാണ് കേട്ടോ. ഇനി മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ആണ്. ഓക്കെ, അപ്പൊ ഓരോ വർഷവും നോട്ട് ചെയ്യട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 6, താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. നീലദർപ്പൺ ദീനബന്ധു മിത്ര, ഹിന്ദ് സ്വരാജ് BR അംബേദ്കർ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയ്. ഇതിൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് എന്ത്? അതായത് 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. അതായത് നീലദർപ്പൺ ദീനബിന്ദു മിത്ര. അതുപോലെ പിന്നെന്താണ്?
മൂന്നാമത്തത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ഹിന്ദ് സ്വരാജ് ബി ആർ അംബേദ്കർ എന്നുള്ളതും തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എം എൻ റോയ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ്? ഹിന്ദ് സ്വരാജ് ആണ് ആരാണ്? ഇത് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധി. ഓക്കെ, മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. അതുപോലെ പിന്നെ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ ആരാണ് എഴുതിയിട്ടുള്ളത്? തോട്ട്സ് ഓൺ പാകിസ്ഥാന് ബി ആർ അംബേദ്കർ ആണ് കേട്ടോ. ബി ആർ അംബേദ്കർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 7. ഗ്രാനൈറ്റ് ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഏത് തരം ശിലകൾക്ക്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. അടുത്തത് ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദികളുടെ പോഷക നദികളാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഗോദാവരിയുടെ പോഷക നദികളാണ് ഇത് ഇന്ദ്രാവതിയും ശബരിയും. അടുത്തത് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ദേശീയ ജലപാത 3 ആണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3 ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ 10. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ NRSCന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കേട്ടോ. ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് ആസ്ഥാനം. ഓക്കെ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. അടുത്തത് ക്വസ്റ്റ്യൻ 11. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതെന്നാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ഏത്? ഹർമാറ്റൻ കേട്ടോ. ഓക്കെ, ഹർമാറ്റൻ. ഇനി ക്വസ്റ്റ്യൻ 12. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് വിളിക്കുന്ന പേരെന്ത്? ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ലഘൂകരണം. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ 13. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്നാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആയ സഞ്ജയ് മൽഹോത്ര ആണ് കേട്ടോ. സഞ്ജയ് മൽഹോത്ര. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 14. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ഏതാണ്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വരുമാന നികുതിക്ക്, പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് വരുമാന നികുതി. ഓക്കെ, അടുത്തത് നബാർഡ് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1982 നബാർഡ് സ്ഥാപിതമായത്. 1982. അടുത്തത് ക്വസ്റ്റ്യൻ 16. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണെന്നാണ് കേട്ടോ. ആരാണ്? അജയ് ബംഗയാണ്. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 17. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതെന്നാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ്? 1881 കേട്ടോ. 1881 ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം. ഓക്കെ, അപ്പൊ 1872 ഒരു സെൻസസ് നടന്നിട്ടുണ്ട്. 1872 മേയോ പ്രഭുവിന്റെ കാലത്ത് സെൻസസ് നടന്നിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് നടന്നത് 1881 കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം. ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടികൾച്ചർ. എന്താണ് ഈ സുവർണ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്ത്യയിൽ പഴങ്ങൾ, തേന്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയൊക്കെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു സുവർണ വിപ്ലവം. അതായത് 1991 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ 19. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ഏതെന്നാണ് കേട്ടോ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആഗോള രോഗഭാരമാണ് കേട്ടോ. ആഗോള രോഗഭാരം. അടുത്തത് ക്വസ്റ്റ്യൻ 20. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 21. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. രണ്ടാമത്തത് ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി. അതായത് 1ഉം 2ഉം ശരി എന്നാണ്.
അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. അതുപോലെ ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗം. ഇത് രണ്ടും 21ന്റെ ഭാഗമാണ്. ക്വസ്റ്റ്യൻ 22 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. അതായത് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓക്കെ, ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതെന്നാണ് കേട്ടോ. ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ക്വസ്റ്റ്യൻ 24 സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന? പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് സെൻട്രൽ വിസ്ത പദ്ധതി. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ക്വസ്റ്റ്യൻ 25 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഭരണഘടനാ ദിനം എന്ന് പറഞ്ഞാല് ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങള് ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് ഈ ഒരു നവംബർ 26. അന്നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 26 പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതെന്നാണ് കേട്ടോ. തുങ്കൻ കമ്മിറ്റിയാണ്. ഓപ്ഷൻ ഡി തുങ്കൻ കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയത് തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ 27 പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്നാണ്? കരുത്താണ്. ഓക്കെ, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പദ്ധതിയാണ് കരുത്ത്. വിദ്യാഭ്യാസ വകുപ്പാണ് നടപ്പിലാക്കുന്നത് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 28 താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെന്നാണ്? ഓക്കെ, PSU ആയിട്ട് യോജിക്കുന്ന പ്രസ്താവനകളാണ്. ഇതിലേത്? ഓപ്ഷൻ ബി, അതായത് എന്താണ്? 1ഉം 2ഉം മാത്രം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 315 വകുപ്പിലാണ്. പിന്നെ അതുപോലെ പിന്നെന്താണ്? രണ്ടാമത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റു അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഇപ്പൊ PSCയുടെ ചെയർമാനെയും മറ്റു അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് തെറ്റുള്ളത്? 6 വർഷമാണ് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ എന്താണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നവരെ കേട്ടോ. 62 വയസ്സ് തികയുന്നവരെ 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയാണ് ചെയർമാന്റെ കാലാവധി ഉള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ 29 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. അടുത്തത് ക്വസ്റ്റ്യൻ 30 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരെന്നാണ്? ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയതാണ് PR ശ്രീജേഷ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം PR ശ്രീജേഷ്. അടുത്തത് ക്വസ്റ്റ്യൻ 31 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഗ്രാമപഞ്ചായത്ത് തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നാണ്? 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത പഞ്ചായത്തിനുണ്ട്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 32 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് കേട്ടോ. ആരാണ്? പൃഥ്വിരാജിനെയാണ് 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൃഥ്വിരാജാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 33 താഴെ പറയുന്നവർ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏതെന്നാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്താണ്?
ഈ ഒരു കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അതൊന്ന് നോക്കാം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ഈ പ്രസ്താവനകളൊക്കെ ശരിയായിട്ടുള്ളതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഠിക്കണം കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 34. എന്താണ്? മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് കേട്ടോ. ഏതാണ്? സ്പോറോസോവയാണ് കേട്ടോ, സ്പോറോസോവ. അപ്പൊ പ്ലാസ്മോഡിയം സ്പോറോസോവയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 35. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗം ഏതെന്നാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലേതാണ്? ഹീമോഫീലിയ അല്ലെ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ 36. തലച്ചോറിൽ ഡൊപ്പാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതെന്നാണ്? പാർക്കിസൺസ് രോഗമാണ് കേട്ടോ, പാർക്കിസൺസ് രോഗം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? തലച്ചോറിലെ ഡൊപ്പാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന് അതിന്റെ ഉൽപാദനം കുറയുകയും അതുപോലെ പിന്നെന്താണ്, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതെന്നാണ്? ഓക്കെ, പാർക്കിസൺസ് രോഗമാണ്. അടുത്തത് അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് കേട്ടോ? ഗ്ലൂക്കഗോൺ ആണ്, ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ക്വസ്റ്റ്യൻ 38. സൊമാറ്റോട്രോപിൻ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിനു ശേഷം മുഖം, താടിയെല്ലി, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണെന്നാണ്? അക്രോമെഗാലിയാണ് കേട്ടോ, അക്രോമെഗാലി. അത് അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്നതാണ്. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അസുഖമാണിത്, അക്രോമെഗാലി. അടുത്തത് ക്വസ്റ്റ്യൻ 39. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? നവംബർ 14 ലോക പ്രമേഹ ദിനം. ഓക്കെ. അപ്പൊ ശിശുദിനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. ശിശുദിനം നവംബർ 14 അല്ലെ. അപ്പൊ എന്താണ്? ലോക പ്രമേഹ ദിനവും നവംബർ 14. കുട്ടികൾക്ക് മിഠായി എല്ലാം ഇഷ്ടല്ലേ, കണക്ട് ചെയ്ത് പഠിക്കട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 40. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഏതാണ്? ആസാമിലാണ് കേട്ടോ, ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, ആസാം. ക്വസ്റ്റ്യൻ 41. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചതാര്? ആരാണ്? റേച്ചൽ കൈസർ ആണ്. ഓപ്ഷൻ ഡി, റേച്ചൽ കൈസർ ആണ് സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത്. അടുത്തത് ക്വസ്റ്റ്യൻ 42. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പഠനങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് ഏത്? വിസ്കസ് ബലം, വിസ്കസ് ബലം. ക്വസ്റ്റ്യൻ 43. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ്. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം. അടുത്തത് ക്വസ്റ്റ്യൻ 44. താഴെ തന്നിട്ടുള്ളതിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇതില്? ഓപ്ഷൻ ബി, അതായത് 1ഉം 3ഉം ആണ്. അമർത്തിയ സ്പ്രിങ്, അതുപോലെ ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ഥിതികോർജവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? അമർത്തിയ സ്പ്രിങ്ങും അതുപോലെ എന്താണ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള വെള്ളവുമാണിത് സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഓക്കെ. അപ്പൊ എന്താണ്? ഒരു വസ്തു അതിന്റെ സ്ഥാനം അല്ലെങ്കിൽ ആകൃതി കാരണം ഉൾക്കൊള്ളുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അമർത്തിയ സ്പ്രിങ് ആകൃതിയിലുള്ള മാറ്റം കാരണം അതിൽ സ്ഥിതികോർജം അടങ്ങിയിട്ടുണ്ട് അല്ലെ. അതുപോലെ ഡാമിലോ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നതിനാൽ ഇതിലും എന്താണ്? ഡാമില് ജലം ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നതിനാൽ ഇതിലും സ്ഥിതികോർജമാണുള്ളത്. ഓക്കെ. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലോ അത് ചലിക്കുന്ന വസ്തുക്കൾക്കുള്ള, അതായത് ഗതികോർജമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലുള്ളത് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 45. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്ത് എന്നാണ് കേട്ടോ. എന്താണ് പേര്? RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന് നൽകിയ പേരാണ് ചോദിച്ചിട്ടുള്ളത്. പുഷ്പക് ആണ്, പുഷ്പക്.
ഇനി ക്വസ്റ്റ്യൻ 466, ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം എന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആദിത്യ L1 ആണ് ആദ്യത്തെ സൗര ദൗത്യം. അടുത്തത് ക്വസ്റ്റ്യൻ 47, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിംഗ് മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു എന്നാണ് ആൻസർ. ഓക്കെ, അടുത്തത് അമോണിയം സൾഫേറ്റ് എന്താണ്? ഓപ്ഷൻ ബി അസിഡിക് ലവണമാണ് കേട്ടോ. അസിഡിക് ലവണമാണ് അമോണിയം സൾഫേറ്റ്. അപ്പൊ എന്താണ് ഈ അസിഡിക് ലവണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ആസിഡും അതുപോലെ എന്താണ് ഒരു വീക്ക് ആയിട്ടുള്ള ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ അസിഡിക് ലവണം ഉണ്ടാവുന്നത് കേട്ടോ. അസിഡിക് ലവണം. അടുത്തത് ക്വസ്റ്റ്യൻ 49, നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? അപ്പൊ നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിട്ടുള്ളത്? കഫീൻ ആണ് കേട്ടോ, കഫീൻ. അടുത്തത് ക്വസ്റ്റ്യൻ 50, താഴെ പറയുന്നതിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് എന്നാണ്? ഓപ്ഷൻ ഡി ജലം ഐസാകുന്ന പ്രക്രിയയാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്. ജലം ഐസാകുന്ന പ്രക്രിയ. ക്വസ്റ്റ്യൻ 51, വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ? ബോയിൽ നിയമത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V പ്രപ്പോർഷണൽ ടു 1/P ആണ് കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 52, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് നോവലിലാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 52, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് നോവലിലാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 54 എന്നാണ് കേട്ടോ. ഏതാണ് ഓപ്ഷൻ എ? തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ക്വസ്റ്റ്യൻ 55, 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് കേട്ടോ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതെന്നാണ്? ജപ്പാനാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 56, തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതെന്നാണ്? ഓപ്ഷൻ എ കേരള ചന്ദ്രിക. കേരള ചന്ദ്രികയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം. ക്വസ്റ്റ്യൻ 57, സംസ്ഥാന കായിക ദിനം ഏതെന്നാണ്? ഓപ്ഷൻ സി ഒക്ടോബർ 13 ആണ് സംസ്ഥാന കായിക ദിനം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സംസ്ഥാന കായിക ദിനമാണ് ഒക്ടോബർ 13. എന്താണ് ഈ ഒക്ടോബർ 13ന്റെ ഇമ്പോർട്ടന്റ്? എന്താണ്? GV രാജയുടെ ജന്മദിനമാണ് കേട്ടോ. GV രാജയുടെ ജന്മദിനം ആണ് ഒക്ടോബർ 13. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 58, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇനി ക്വസ്റ്റ്യൻ 59, കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടർ ഉപയോക്താവും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് കേട്ടോ. ഹാർഡ്വെയറും ഉപഭോക്താവും തമ്മിലുള്ള ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 60, വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണെന്നാണ്? ഗേറ്റ്വേ. ഓപ്ഷൻ ഡി ഗേറ്റ്വേ ആണ്. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 61, കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്നാണ്? ഓക്കെ, ഏതാണ് ഇതിലെ? ഓപ്ഷൻ ബി, അതായത് സഫാരി ആണ് കേട്ടോ. യാഹു, ഗൂഗിൾ, ബിങ് ഇതൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ് അല്ലെ. അപ്പൊ സഫാരിയാണ് കൂട്ടിത്തപ്പെടാത്തത്. അടുത്തത് ക്വസ്റ്റ്യൻ 62, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണെന്നാണ് കേട്ടോ. എന്താണ്? ഓപ്ഷൻ ബി
ഇ സേവനമാണ്. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ഇ സേവനം. ക്വസ്റ്റ്യൻ 63 IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? സൈബർ ഭീകരതയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 66F കേട്ടോ. ക്വസ്റ്റ്യൻ 64 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണെന്നാണ്. അത് ഒരു അപേക്ഷ സമർപ്പിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 65 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം പ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്രയാണോ? എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാണെന്ന്? 5 മാസമാണ്. അത് ക്വസ്റ്റ്യൻ 66 താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമങ്ങളുടെ വകുപ്പിൽ പെട്ടതാണ്? ഏതാണ്? ഇതില് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അതായത് എന്താണ്? 1, 2, 3, 4 ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണെന്ന്. അപ്പൊ ഒന്ന് നോക്കാം. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. അതുപോലെ എന്താണ്? ഗാർഹിക പീഡനത്തിന് ഇരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കാം. ഗാർഹികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. നിയമപരമായിരിക്കും നിയമപരമായി അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്ക് പാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിന് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. 1, 2, 3, 4 എന്താണ്? ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. ക്വസ്റ്റ്യൻ 67 താഴെ കൊടുത്തിരിക്കുന്ന ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ്. അതായത് കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിയെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. ശരിയല്ലാത്ത പ്രസ്താവന ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ബാക്കിയുള്ളതൊക്കെ എന്താണ്? പോക്സോ കേസുമായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 68 താഴെ പറയുന്നവ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ്? ഓപ്ഷൻ എ ആണ് 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമം. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണ്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഓക്കെ, ഇതെന്താണ്? 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ 69 ആണ്. താഴെ നിന്നും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അഥവാ OCR ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ ഓപ്ഷൻ ഡി, അതായത് 4 ശരി ഉത്തരം. അതായത് സ്കാൻ ചെയ്ത ഡോക്യുമെന്റുകളിൽ നിന്നും അച്ചടിച്ചതും കയ്യെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡർ ടെസ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടാണ്? OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. OCRുമായിട്ട് പിന്നെന്താണ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ 70 കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. രണ്ടാമത്തത് 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. മൂന്നാമത്തത് ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 540 ആണ്. 540 വരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റു 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 4ാമത്തെ പ്രസ്താവന 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. മുകളിൽ കൊടുത്തിരുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ്. 3ാമത്തേത് ശരിയല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി. ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, 3ാമത്തേത് അതായത് ലോക്സഭയിൽ ആകെ ജനസംഖ്യ 540 ആണ്. 540 പേരെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റു 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഈ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളവയെല്ലാം ശരിയാണ്. 3ാമത്തേത് ശരിയല്ല. നമുക്ക് മലയാളത്തിലുള്ളത് നോക്കട്ടോ. മലയാളത്തില് വിപരീത പദം ഏതുക എന്നാണ് പറഞ്ഞത്. ശുദ്ധം. ശുദ്ധത്തിൻ്റെത് ഏതാണ്? വിപരീത പദം. ഓപ്ഷൻ ബി അശുദ്ധം.
അടുത്ത എന്താണ്? അടുത്തത് ക്വസ്റ്റ്യൻ 92. കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന ഒരു വാക്ക് ഏതാണെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി സംഗമവേദി. അടുത്തത് ചേർത്തെഴുതുക സദ് പ്ലസ് ഭാവം. ഓപ്ഷൻ ബി ആണ് സദ്ഭാവാണ് കേട്ടോ, സദ്ഭാവം. അടുത്തത് ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തോഴി, ആളി, സഖി. അടുത്തത് എതിർലിംഗം ഏതുക? ലേഖകൻ. ലേഖകന്റെ എതിർലിംഗം ലേഖികയാണ് കേട്ടോ, ലേഖകല്ല ലേഖിക. അടുത്തത് ഒറ്റപ്പദം ഏതുക? ക്ഷമിക്കാൻ പറ്റാത്തത്. ഒറ്റപ്പദം ഏതാണ്? ക്ഷമിക്കാൻ പറ്റാത്തതിന് അക്ഷന്തവ്യം. ഓക്കെ. അടുത്തത് 97ാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. മരങ്ങളിൽ നിന്ന് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? മരം പ്ലസ് കൾ ആണ്. മരം പ്ലസ് കൾ. ക്വസ്റ്റ്യൻ 98 ശരിയായ പദം എഴുതുക. ഓപ്ഷൻ ഡി അതിഥി. അതിഥി. അടുത്തത് ക്വസ്റ്റ്യൻ 9 വിത്തുഗുണം പത്തുഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിത്തുഗുണം പത്തുഗുണത്തിന് യോജിക്കുന്ന പ്രസ്താവന. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബി ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്നുള്ളതാണ്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ലാണ് ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.